രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞ ഹൈക്കോടതി സംരക്ഷിക്കുന്നത് കർണാടകത്തിലെ കോൺഗ്രസ് ആണെന്ന് മുഖ്യമന്ത്രിയുടെ ആരോപണം. എങ്ങനെയാണ് പ്രതികരണം? അത് മുഖ്യമന്ത്രിയോട് ചോദിച്ചാൽ മതി. മുഖ്യമന്ത്രിക്ക് നല്ല കൃത്യമായി അറിയാം. ഒരു പ്രതിയെ സംബന്ധിച്ചോ ആ പ്രതി എവിടെ ഉണ്ട് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്ന ഏക വ്യക്തി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹമാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്കാണ് ഏറ്റവും നന്നായിട്ട് ഒരു പ്രതി എവിടെ ഉണ്ട് എന്നതിനെക്കുറിച്ച് അറിയാൻ കഴിയുന്ന അദ്ദേഹത്തിന് തന്നെയാണ്. അദ്ദേഹം ഇപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോകുന്നത് എന്നതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഇന്നിപ്പോൾ തൃശ്ശൂരിലെ അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഒന്ന് ഞാൻ പറയാം, ഇതെല്ലാം ചെയ്യുന്നത് കേരളത്തിലെ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് അവസാനിപ്പിക്കുവാൻ വേണ്ടിയും ആ സ്വർണ്ണക്കൊള്ള ജനങ്ങളുടെ മുമ്പിലേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെയും ഇതുപോലെ പല കാര്യങ്ങളും നീട്ടിക്കൊണ്ട് പോകുന്നു. അതായത് ആഭ്യന്തര വകുപ്പ് ഒരു പരാജയമാണ്, അവർക്ക് അറിയാമായിരുന്നിട്ടും രാഹുലിനെ പിടിക്കുന്നില്ല, അതൊരു കഴിവുകേടാണ്, അത് സ്വർണ്ണക്കൊള്ള മറയ്ക്കുന്നതിനാണ് എന്നുള്ളതാണ് UDFന്റെ നിലപാട്. സംശയം എന്താ? ഞാനത് ഇപ്പം പറഞ്ഞ കാര്യം മാത്രമല്ല, നേരത്തെ ആണെങ്കിലും ഞാൻ ഇതേ കാര്യങ്ങൾ തന്നെ നിങ്ങളുടെ മുമ്പിൽ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. അന്നും ഞാൻ എന്റെ അഭിപ്രായം ഇന്നതാണ് എന്ന് ആ അവസരത്തിലും തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതായത് ആഭ്യന്തര വകുപ്പ് എന്തുകൊണ്ടായിരിക്കും പിടിക്കാതിരിക്കുന്നത്? ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉടനെ പിടിക്കേണ്ട. പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നടക്കുന്ന ചർച്ചകൾ എന്ന് വെച്ചാൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ അവസാനിക്കും. അത് അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പാണ്. 9-ാം തീയതി ആദ്യഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, 11-ാം തീയതി രണ്ടാം ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഇത് രണ്ടും കഴിയുന്നതുവരെ ഇവിടെ ഒരു കാര്യവും ഉണ്ടാകത്തില്ല എന്നുള്ളതാണ്. പക്ഷേ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ഇതിന്റെ അവസാന നിമിഷം വരെയും ഞങ്ങൾ ഉയർത്തിയ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ഞങ്ങൾ നിരന്തരമായി ജനങ്ങളുടെ മുമ്പിലേക്ക് അറിയിക്കും, പറയും. അതിന് ജനങ്ങൾ അതിനെതിരെ ശബ്ദമുയർത്തുക മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ അതിന് വിധിയെഴുത്തുണ്ടാകും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. രാഹുലിനെതിരെ ആദ്യ പരാതി ഉന്നയിച്ച റിനിയുടെ വീട്ടിൽ ഇന്നലെ ഒരാൾ വന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് ഇപ്പോൾ റിനി പറഞ്ഞിട്ടുണ്ട്. നേരിട്ടൊന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. അതൊക്കെ നേരെ നിങ്ങൾ പോയി അന്വേഷിച്ചാൽ മതി. എന്നോട് ചോദിച്ചിട്ട് എന്ത് കാര്യമാണ്? എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. ഏതായാലും ഞാൻ ഭീഷണിപ്പെടുത്താൻ പോയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം, ഞാൻ അങ്ങനെ പോയിട്ടില്ല എന്ന് തന്നെ ധൈര്യമായിട്ട് പറയാം. അതൊക്കെ നിങ്ങൾ പോയി അന്വേഷിക്കണം. അതാണ് നിങ്ങളുടെ കടമ. ഈ രാഹുലിന്റെ വിമർശനത്തിനെതിരെ വലിയ സൈബർ ആക്രമണങ്ങളാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ നടക്കും. അതെ, സൈബർ ആക്രമണം ഇപ്പൊ തുടങ്ങിയതല്ലല്ലോ. ഇത് കുറെ നാളായിട്ട് തുടങ്ങിയതല്ലേ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ സൈബർ ആക്രമണം കൊണ്ടുവരികയും അതിന് ആ പറയുന്ന ആളുകളെ മോശക്കാരാക്കുവാൻ വേണ്ടി ശ്രമം നടത്തുകയും ചെയ്യുന്നത് ഒരു സ്ഥിര സംവിധാനമാണ്. അതിന്റെ ഭാഗമായി ഇവിടെ നടക്കുന്നു എന്ന് മാത്രമേ എന്റെ അഭിപ്രായം. ജമാഅത്ത് ഇസ്ലാമി കൂട്ടുകെട്ട് ശക്തമാണ്. മലബാർ മേഖലകളിലേക്ക് പോയി അങ്ങനെ ഒരു പ്രസ്താവന കോൺഗ്രസിനെതിരെ കുറച്ചുകൂടി കടുപ്പിച്ച് ഉന്നയിച്ചിരിക്കുകയാണ്. ആരെ? മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി മാത്രമല്ലല്ലോ, വേറൊരാളൂടെ കടുപ്പിച്ചു. അത് നിങ്ങൾ കേട്ടായിരുന്നു. ആരാ? നമ്മുടെ ഗോവിന്ദൻ, മറ്റേ CPMന്റെ ജില്ലാ സംസ്ഥാന സെക്രട്ടറി. അദ്ദേഹവും ഇതേ അഭിപ്രായം തന്നെ പറഞ്ഞു. അദ്ദേഹം ഈ അഭിപ്രായം പറഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് എല്ലാം ആകാം, എന്തുമാകാം, അതിന് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ വേറെ ഒരാൾക്ക് ആരെങ്കിലും വോട്ട് ചെയ്യുന്നത് എങ്ങനെ തടയാൻ കഴിയും എന്നതിനെക്കുറിച്ച് അവർ ആലോചിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്. മുഖ്യമന്ത്രി പറയുന്നു എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയോടൊപ്പം സംസ്ഥാന സെക്രട്ടറിയും ഇതേ കാര്യങ്ങൾ തന്നെ ഉന്നയിച്ചാണ്. അതായത് ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകെട്ടുണ്ട് എന്ന് പറയുന്നതിനെ ന്യായീകരിക്കുകയാണ്. അങ്ങനെയാണോ? ആരുടെ വോട്ട് കിട്ടിയാലും ഞങ്ങൾ അത് സ്വീകരിക്കും. ഇപ്പൊ ഇന്ന ആള് വോട്ട് ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണോ അത് പരിശോധിക്കാറില്ല. അത് അങ്ങനെ പരിശോധിക്കാറില്ല. അത് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവൻ മരണ പോരാട്ടമാണ്. ഈ പോരാട്ടം ഞങ്ങൾക്ക് ആര് വോട്ട് ചെയ്താലും ഞങ്ങളത് 100% സ്വീകരിക്കും എന്ന് മാത്രമാണ്. അത് ഞങ്ങൾ ആരുടെ വോട്ടാണ് കിട്ടാൻ പോകുന്നത്, ആരാണ് തരുന്നത് എന്നതിനെ കുറിച്ചൊന്നും ഞങ്ങൾ പ്രത്യേകിച്ച് നോക്കാറില്ല. അപ്പോൾ വോട്ട് വേണ്ടെന്ന് പറയുന്നില്ല.
അത് ഞാൻ പറഞ്ഞല്ലോ, ഇനി അതിൽ കൂടുതൽ ഇനി എന്താ പറയേണ്ടത്? ഈ രാഹുലിനെ കേരളം കോൺഗ്രസ് നേതൃത്വം കൈവിട്ടെന്ന് പറയുമ്പോഴും കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലെ ആ ഒരു നേതൃത്വം അറിയാതെ അത്ര ദിവസം അവിടെ ഒളിവിൽ കഴിയാൻ സാധിക്കുമെന്ന് ഒരു ഉണ്ടോ? അല്ല, അങ്ങനെ കർണാടകയിലാണ് എന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ല. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് അറിയില്ല, എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഞാൻ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഇത് കൃത്യമായി അറിയാം, അദ്ദേഹത്തിന്റെ പോലീസിന് കൃത്യമായിട്ട് അറിയാം. അവർ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ അവർ കണ്ടുപിടിക്കട്ടെ. അതിനകത്ത് ഞങ്ങൾക്ക് യാതൊരു സംശയവും, ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. അപ്പൊ ഈ അതിജീവിതയ്ക്ക് വേണ്ടി നിൽക്കാതെ രാഷ്ട്രീയം കളിക്കുകയാണ് സർക്കാർ. സംശയം എന്താ? ഒരു സംശയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഈ കാര്യത്തിൽ. രാഹുലിന്റെ വിഷയത്തിൽ എന്തെങ്കിലും തരത്തിലൊരു ഇരട്ടത്താപ്പ് വരുന്നുണ്ടോ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ? കോൺഗ്രസിന്റെ ഭാഗത്ത് എന്താ ഇരട്ടത്താപ്പ്? ഞങ്ങൾക്ക് ഒറ്റ താപ്പേ ഉള്ളൂ, ഒരഭിപ്രായമേ ഉള്ളൂ. ആ ഒരഭിപ്രായം മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. അത് എപ്പോഴും ഞങ്ങൾ പറയാറുണ്ട്. ശരി, നിയമത്തിന്റെ വഴിക്ക് പോട്ടെ.